Hi students, I'm Rihanna and I will be dealing with your positive psychology paper. Today we are going to discuss about module 3 of our paper, and that is hope, optimism and flow. So, ഈ hope, optimism എന്നൊക്കെ പറയുമ്പോൾ these all are familiar to us, isn't it? നമ്മൾ എപ്പോഴും പറയുന്ന ഹോപ്പിലെ എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് പ്രതീക്ഷയില്ല, പിന്നെ എന്താ ഒരാൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വി കോൾ ഹിം ആൻഡ് ഒപ്റ്റമിസ്റ്റിക്. അവന് ഭയങ്കര ഒപ്റ്റമിസ്റ്റിക് വ്യൂ ആണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര പെസിമിസ്റ്റിക് വ്യൂ ആണ്. വി ടോക്ക് ഓൾ ദീസ് തിങ്സ്, ഇസൻറ്റ് ഇറ്റ്? സോ വാട്ട് ഈസ് ദ ബേസ് ഫോർ ദാറ്റ്? അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് പറയുന്നത്? ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ദിസ് ഹോപ്പ് ആൻഡ് ഒപ്റ്റമിസം ഓർ ഫ്ലോ ഇൻ സൈക്കോളജി? വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദീസ് ടോപ്പിക്? ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ through this module we will be dealing with optimism, hope, mindfulness, expectationism, risk homeostasis theory, time perspective, neurobiology of optimism, flow, self-determination theory and intrinsic motivation of flow, meta-motivational state and reversal theory, resilience, source of resilience and mindfulness, that is mediation, etc. So these will be the topic that we will be dealing through our module. So first let us look what is optimism. എന്താണ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ വാട്ട് യു ഓൾ നോ അബൌട്ട് ഒപ്റ്റിമിസം? ഈ ഒപ്റ്റിമിസം എന്നുള്ള വേർഡ് വരുന്ന സമയത്ത് തന്നെ വൺ മോർ ടേം കംസ് വിത്ത് ഇറ്റ്, അല്ലേ? ഒരു ടേമും കൂടി എപ്പോഴും കൂടെ ഉണ്ടാവും. വാട്ട് ഈസ് ദാറ്റ് വേർഡ്? ദാറ്റ് ഈസ് pessimism. So optimism, when we are talking about optimism, we should also talk about pessimism. So optimism is a positive prediction that people make regarding their future. നമ്മൾ വരുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതെന്താണ്? അത് ഒപ്റ്റിമിസം എന്നാണ് നമ്മൾ വിളിക്കുക. വി കോൾ ഇറ്റ് ആസ് ഒപ്റ്റിമിസം. Then what will be pessimism? അപ്പോൾ pessimism എന്തായിരിക്കും? Pessimism is the negative predictions that people make regarding their future. അതായത് എൻ്റെ ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്നത് നല്ല കാര്യങ്ങളാണെന്നുള്ളത് ചിന്തിക്കുന്ന അത് ഏതാണ്? ദാറ്റ് ഈസ് ഒപ്റ്റിമിസം. ആൻഡ് that nothing is good to happen, nothing good is going to happen എന്നുള്ളത് ഏതാണ്? ഏത് കാറ്റഗറിയിലാണ് പെടുക? and that is pessimism. So some people look usually on the bright side of an event. ഒരു കാര്യം സംഭവിച്ചാൽ some people look to the bright event and another look to the dark event. രണ്ട് സൈഡും നോക്കുന്നവരുണ്ടാവും, അല്ലേ? അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നല്ല വശം നോക്കുന്നവരുണ്ടാവും, ഒരു നെഗറ്റീവായിട്ടുള്ള വശം നോക്കുന്നവരുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഇവൻ്റ് ഉണ്ടായി, അപ്പം ഒപ്റ്റിമിസ്റ്റ് ആയ ഒരാൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? ഓക്കെ, ദിസ് വിൽ ബി ഫോർ എ ഗുഡ് സേക്ക്, ഇത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ വലുതെന്തോ വരാനിരുന്നത് അത് ഇതിന്മേൽ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കും. പക്ഷേ വാട്ട് വിൽ ബി എ പെസിമിസ്റ്റ് എന്താ? എപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയാണ്, അല്ലേ? എന്ത് സംഭവിച്ചാലും എനിക്ക് ഇങ്ങനെ തന്നെ, എപ്പോഴും ഇതന്നെ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ, നത്തിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും. സോ ദിസ് ഒപ്റ്റിമിസ്റ്റ് എക്സ്പെക്ട് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ ടു ദം. അവരെപ്പോഴും അവർക്ക് ഗുഡ് തിങ്സ് ഹാപ്പൻ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൊണ്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് വാട്ട് അബൌട്ട് പെസിമിസ്റ്റ്? ദേ എക്സ്പെക്ട് ബാഡ് തിങ്സ് ടു ഹാപ്പൻ ടു ദം. അവർക്ക് പൊതുവേ നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും. ആൻഡ് മെനി സ്റ്റഡീസ് ഹാവ് പ്രൊവൈഡഡ് എവിഡൻസ് ഫോർ ദ ഒപ്റ്റിമിസ്റ്റിക് ബയാസ്. സോ ദർ ഇസ് എ ഇറർ ഇൻ ഒപ്റ്റിമിസം, ദാറ്റ് ഈസ് ഒപ്റ്റിമിസ്റ്റിക് ബയാസ് എന്ന് പറയും. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഇറർ. നമ്മൾ ആട്രിബ്യൂഷനിലൊക്കെ പഠിക്കും, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഇറർ. സോ ഒപ്റ്റിമിസ്റ്റിക് ബയാസിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ലുക്ക് സ്റ്റഡി. Weinstein in 1980 asked college students to estimate how their chances of experiencing 42 events would be different from their classmates. So കുട്ടികളിലാണ് ഒരു സ്റ്റഡി നടത്തിയത്, സ്റ്റുഡൻസിലായിരുന്നു. അപ്പോൾ ചാൻസസ് ഓഫ് എക്സ്പീരിയൻസിങ് ആൻ ഇവൻറ്റ് was studied between students. So how they differ from their classmates. So students rated their chances higher for positive events and lower for negative events. So പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക എന്നുള്ളതായിരുന്നു കൂടുതലായിട്ടുള്ള കുട്ടികളും പ്രെഡിക്റ്റ് ചെയ്തത്. വാട്ട് അബൌട്ട് നെഗറ്റീവ് ഇവൻറ്റ്സ്? നെഗറ്റീവ് ഇവൻറ്റ്സ് നടക്കുമെന്നുള്ളത് റേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്ത കുട്ടികൾ എന്തായിരുന്നു? വളരെ കുറവായിരുന്നു. And
ഇനി അതേപോലെ തന്നെ വേറൊരു സർവേ നടന്നു ബേസ്ഡ് ഓൺ ഓട്ടോമൊബൈൽ ആക്സിഡൻസിനെ ബേസ് ചെയ്തിട്ട്, ക്രൈമിനെ ബേസ് ചെയ്തിട്ടൊക്കെ, ഡിസീസസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് സർവേസ് നടന്നു. ആൻഡ് ഇറ്റ് വാസ് സെഡ് ദാറ്റ് മെനി പീപ്പിൾ റിപ്പോർട്ട് ദാറ്റ് ദെയർ റിസ്ക് ഈസ് ലെസ് ദാൻ ആവറേജ് ഓഫ് എക്സ്പീരിയൻസസ് സച്ച് ഇവൻറ്റ്സ്. അപ്പം മെജോറിറ്റി ആൾക്കാർ എന്താ പറഞ്ഞത്? ദേ വർ ഹാവിങ് ഹോപ്പ് അല്ലേ? അവർക്ക് എന്തുണ്ടായിരുന്നു? ദേ വർ fine, അല്ലെങ്കിൽ they were saying that they won't be having such a risk, they will be having less risk, but a very few said that they will be having an average or a risk of these type of accidents. So we were saying about studies, isn't it? Between 1975 and 1982, high school seniors in the United States were asked the question. So they done a study in United States high school students, and it's in United States. So അവിടെ എന്തുണ്ടാവും? നമുക്ക് കൾച്ചറൽ ചേഞ്ച് ഉണ്ടാവും. കാരണം ഇത് US based സ്റ്റഡിയാണ്. സോ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം അവർ കൾച്ചർ. സോ ലെറ്റ്സ് ലുക്ക് വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻസ് ആസ്ഡ്. എന്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ കുട്ടികളോട് ചോദിച്ചിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. In the next 5 years, do you think that things in this country will get better or worse? സോ എന്തായിരിക്കും അല്ലേ അടുത്ത 5 വർഷം ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു കൺട്രിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ റിസൾട്ട്സ് ഷോ ദാറ്റ് 44% were pessimistic. സോ 44%ഉം ആൾക്കാർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ദാറ്റ് ഈസ് സംതിങ് ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, വേഴ്സ് തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് റിമൈനിങ് ബാക്കി എത്ര പേരായിരിക്കും ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ബാക്കി എത്ര പേഴ്സൻസ് ഉണ്ടായിരിക്കും? That is 56%. 56% responded that a thing better will be happening in this country. On being questioned about things in the rest of the world, ഇപ്പോൾ ഈ ഒരു കൺട്രി അല്ല ബാക്കി റെസ്റ്റ് ഓഫ് ദ വേൾഡിന് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കിയപ്പോൾ they said that 55% to 60% were pessimistic. When asked about things in their own life, അവരുടെ ലൈഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഓൺലി 3% or 4% said that they thought it will be worse, and 80 to 90% said that it will be better. സോ സ്വന്തമായിട്ടുള്ള ലൈഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ്? they are having some positive prediction, but when it was asked about their country or the rest of the world, majority were, what happened? They were pessimistic, and they were having a worse prediction about that country's future. But when asked about their future, അവരുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? they were having a positive expectations or positive predictions of their own life. And this study was done by Smith in 1983. So it is from these studies it was clear that optimism has been linked to psychological and physical well-being. So this optimistic views can contribute for a person's psychological and physical well-being. Well-being, what you know about well-being? It is how a person evaluate his or her own life, how much he or she likes his life, and how well he can evaluate his life. So they will be having a very positive side of their evaluation. And what are the constructs? There are some constructs, there are some concepts that can lead to this optimism, and let's look what is that. There are two main concepts that they can promote optimism. They are hope and self-efficacy. ഹോപ്പും ഉണ്ട്, സെൽഫ് എഫിക്കസി ഉണ്ട്. അപ്പം ഈ രണ്ട് കൺസ്ട്രക്റ്റുമാണ് നമുക്ക് ഒപ്റ്റിമിസത്തിലോട്ട് പ്രൊമോട്ട് ചെയ്യുക. സോ Bandura was the one who did a study on, we know that who is Albert Bandura? Albert Bandura is a social theorist. He has studied a lot and he has made some social theories. So Bandura in 1995 defined that self-efficacy is the belief in one's capabilities to organize and execute the course of action required to manage prospective situations. So ഇങ്ങനെയെല്ലാം കേട്ടിട്ട് we don't want to get worried. Self-efficacy is a belief
ഓഫ് വൺസ് ക്യാപ്പബിലിറ്റീസ്. ഒരാളുടെ ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചുള്ള ബിലീഫിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽഫ് എഫിക്വസി എന്ന് പറയുക. അപ്പോൾ വി ആർ ഹാവിങ് എ പോസിറ്റീവ് വ്യൂ ഓഫ് അവർ ക്യാപ്പബിലിറ്റീസ്, ദെൻ വി വിൽ ബി ഒപ്റ്റമിസ്റ്റിക് അല്ലേ? നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? വി വിൽ ബി ഹാവിങ് ഗുഡ് പ്രെഡിക്ഷൻ ആൻഡ് ഗുഡ് expectancies. So we can say that it can promote to optimism. People with high self-efficacy expectancies believe that their personal efforts determine the outcome of events. So according to them, for their success, what is responsible for their success? Their success will be based on their personal efforts. അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതായിരിക്കും അവരുടെ ഓരോ ഇവൻറ്റിൻ്റെയും ഔട്ട്കം അവർക്ക് കിട്ടുന്നതിൻ്റെ റീസൺ ആയിട്ട് അവർ കാണുക. Whereas self-efficacy looks at self as a causal agent, optimism takes a broader view of potential causes at work. So ഈ ഒരു ഒപ്റ്റിമിസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യലായിട്ട് നമുക്ക് നമ്മുടെ എബിലിറ്റീസിനെ എല്ലാം കൊണ്ടുവരാം. And what about hope? Hope എന്താണ്? How hope becomes a major concept? Hope reflects the will as well as the ways. So it is actually the expectation for a good thing. So it will be having a will, a positive will, and we will be going through some ways to reach our target. The confident aspects in hope are similar to optimism. However, there is more emphasis on personal agencies. So കോൺഫിഡൻസ് എന്നുള്ളൊരു എലമെൻറ്റ് ഹോപ്പിലുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി മച്ച് സിമിലർ ടു ഒപ്റ്റിമിസം. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ടു ആർ എ മേജർ കൺസ്ട്രക്റ്റ് ഓഫ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് പെസിമിസം? പെസിമിസം എന്താണ്? ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റ് ഓഫ് നോട്ട് ഒപ്റ്റിമിസം, ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റ് ഓഫ് ന്യൂറോട്ടിസിസം. ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ലേ? ന്യൂറോട്ടിസിസം involves a tendency to worry and experience unpleasant emotions. ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആയിരിക്കും, വെറീഡ് ആയിരിക്കും, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ വിൽ ബി ഹാവിങ് അൺപ്ലെസൻറ്റ് ഇമോഷൻസ്. ദർ വോണ്ട് ബി എനി സ്റ്റേബിൾ ഇമോഷൻസ്. Therefore it can be said that a sense of pessimism is a part of neuroticism. അപ്പോൾ ന്യൂറോട്ടിസത്തിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? പെസിമിസത്തിനെ കാണുന്നത്. ഒപ്റ്റിമിസത്തിനെ നമ്മൾ എന്തിൻ്റെ പാർട്ടായിട്ടാണ് കാണുന്നത്? ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനാണ്. സോ വി കോൾ ഇറ്റ് ആസ് എ കൺസ്ട്രക്റ്റ് ഓഫ് ഹോപ്പ് ആൻഡ് സെൽഫ് എഫിക്വസി. സോ ഇന്ന് നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഒപ്റ്റിമിസം എന്നുള്ള ടോപ്പിക്കും വാട്ട് ആർ ദ കൺസ്ട്രക്റ്റ്. അപ്പം നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഇത് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. Okay students, thank you.